Minister Modi is currently in Lakshadweep, highlighting the 10 years of development, especially for the fishermen community. Listen in. എല്ലാ മേഖലയിലെയും എല്ലാ പൗരന്മാർക്കും ജീവിതം സുഗമമാക്കുക എന്നതും അവർക്ക് എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇന്നിവിടെ ഏതാണ്ട് 1200 കോടി രൂപയുടെ പദ്ധതികളുടെ ശിലാന്യാസവും ഉദ്ഘാടനവും നടന്നിട്ടുണ്ട്. ഇത് ഇന്റർനെറ്റ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഈ എല്ലാ വികസന പദ്ധതികൾക്കും നിങ്ങൾ എല്ലാവർക്കും വളരെ അധികം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. എന്റെ കുടും आंगनगेले बीते 10 सालों में लक्षद्वीप के लोगों की ईज ऑफ लिविंग बढ़ाने के लिए केंद्र सरकार ने कोई कोर कसर बाकी नहीं छोड़ी है. यहां पीएम आवास योजना ग्रामीण के तहत 100% लाभार्थियों को कवर किया जा चुका है. हर लाभार्थी तक फ्री राशन पहुंच रहा है. किसान क्रेडिट कार्ड और आयुष्मान कार्ड दिए गए हैं. यहां आयुष्मान आरोग्य मंदिर, हेल्थ एंड वेलनेस सेंटर बनाए गए हैं. सरकार की एक कोशिश है कि हर लाभार्थी तक सरकारी योजनाएं पहुंचे. डीबीटी के माध्यम से केंद्र सरकार हर लाभार्थी के बैंक खातों में सीधे पैसे भेज रही है. इससे पारदर्शिता भी आई है और भ्रष्टाचार भी कम हुआ है. मैं आपको विश्वास दिलाता हूं, लक्षद्वीप के लोगों का अधिकार छीनने वाले किसी को भी बख्शा नहीं जाएगा. എന്റെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 10 വർഷത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മാർഗവും അവലംബിക്കാതിരുന്നിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം 100% ഗുണഭോക്താക്കൾക്കും ഗുണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു, ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു, ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ ലാഭാർത്ഥിയുടെ അരികിലും സർക്കാർ പദ്ധതികൾ എത്തണമെന്നതാണ് സർക്കാരിന്റെ പ്രയത്നത്തിന്റെ പിന്നിലെ ലക്ഷ്യം. ഡിബിടിയിലൂടെ നേരിട്ട് ബാങ്ക് മുഖാന്തരം പണം നൽകുന്ന പദ്ധതിയിലൂടെ സർക്കാർ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സുതാര്യത കൈവന്നിരിക്കുന്നു. മാത്രമല്ല, അഴിമതി കുറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അധികാരം അവർക്ക് അർഹതപ്പെട്ടത് കവർന്നെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന്. എന്റെ കുടുംബ അംഗങ്ങളെ, साल 2020 में आपको मैंने गारंटी दी थी कि 1000 दिन में आपको तेज इंटरनेट की सुविधा पहुंच जाएगी. आज कोच्चि लक्षद्वीप सबमरीन ऑप्टिकल फाइबर प्रोजेक्ट का लोकार्पण हो गया है. अब लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा. इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं
बेहतर होगी। लक्षद्वीप में लॉजिस्टिक सर्विस का हब बनाने की जो संभावना है उनको भी इससे बल मिलेगा। लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है। खारे पानी को मीठे पानी में बदलने वाला नया प्लांट इस मिशन को और आगे बढ़ाएगा। इस प्लांट से हर रोज 1.5 लाख लीटर पीने का पानी मिलेगा। इसके पायलट प्लांट्स अभी कवरत्ती, अगत्ती और मिनिकोय आइलैंड में लगाए गए हैं। എന്റെ കുടുംബാംഗങ്ങളെ 2020 വർഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകി 1000 ദിവസത്തിനുള്ളിൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വേഗം കൂടിയ ഇന്റർനെറ്റ് സംവിധാനം എത്തിക്കുമെന്ന്. ഇന്ന് കൊച്ചി ലക്ഷദ്വീപ് കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇനി ലക്ഷദ്വീപിൽ 100 ഇരട്ടി വേഗതയിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ സർക്കാർ പദ്ധതികൾ, ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ് ഇങ്ങനെ പലവിധത്തിലുമുള്ള സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ലക്ഷദ്വീപിനെ ഗതാഗത സേവനങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളെ ഇത് സഹായിക്കും. ലക്ഷദ്വീപിൽ എല്ലാ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കാനുള്ള ജോലികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്.